ഇപ്പോൾ സ്കിന്നിൻ്റെ കാര്യങ്ങൾ പറയാൻ പലരുടെ ഡൗട്ടാണ്. എന്താ ഹെയറിൻ്റെ കാര്യം പറയുന്നത്? ഹെയറിന് ഇഷ്യൂസ് ഉണ്ട്, ഹെയർ ഫോൾ ഉണ്ട്, അപ്പോൾ ഹെയർ ഗ്രോത്ത് കുറവാണ്. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഡയറ്റ് നോക്കുമ്പോഴും ഏറ്റവും ഫസ്റ്റ് പണി കിട്ടുന്നത് നമ്മുടെ ഹെയറിൻ്റെ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് എങ്ങനത്തെ രീതിയിൽ മുന്നോട്ട് പോകണമെന്നൊരു ഡൗട്ടാണ്. ഫേസൊക്കെ നമ്മൾ നോക്കും നന്നായിട്ട്, പക്ഷേ ഹെയർ ഗ്രോത്തിനും കുറച്ച് ടൈം എടുക്കും. അതുപോലെ ഹെയർ ഫോൾ, ഞാൻ ഒത്തിരി മുട്ടയുടെ വെള്ളം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരുപാട് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഹെൽത്ത് ഇഷ്യൂസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഡയറ്റ് വന്നു തുടങ്ങും. ഏത് കാര്യം നമ്മൾ സ്കാൽപ്പിൽ യൂസ് ചെയ്താലും ഹെയർ ഫോൾ നന്നായിട്ട് കാണും, അതുപോലെ ഹെയർ ഗ്രോത്തും കുറവായിരിക്കും. ഞാനിപ്പോൾ ഒരു 3 months ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് PRP ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള ചേഞ്ച് എൻ്റെ ഹെയറിനുണ്ട്. ഒത്തിരി പഴയ വീഡിയോസ് നോക്കുമ്പോൾ പലരും കമൻറ്റ് ചെയ്തിട്ട് എന്തോ ഒരു ഹെയർ നല്ല പ്രോബ്ലം ആണല്ലോ, ഹെയറിന് ഇഷ്യൂസ് ഉണ്ടല്ലോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിലെ ട്രീറ്റ്മെൻറ്റ്, പക്ഷേ റിസൾട്ട് കിട്ടിയതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയാതിരുന്നത്. ഇപ്പോൾ ഞാൻ PRP ചെയ്യുന്നുണ്ട്. ട്രിവാൻഡ്രം പള്ളിച്ചിലല്ല, നമ്മുടെ ശിവ ക്ലിനിക്കിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ചേഞ്ച് എനിക്കുണ്ട്. അതോടൊപ്പം അവർ തന്നിട്ടുള്ള ഹെയർ സിറമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ വീഡിയോയിൽ എൻ്റെ അടുത്ത് ചോദിച്ചത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ പ്രത്യേകിച്ച് ഇടാമെന്ന് വിചാരിച്ചത്. ഈ ഒരു ഹെയർ സിറം, പിന്നെ നിങ്ങൾ ഏത് ഹെയർ സിറപ്പ് യൂസ് ചെയ്താലും കൈകൊണ്ടൊന്ന് മസാജ് ചെയ്യുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ. ഒത്തിരി കോസ്റ്റിൽ 100 rupees എന്തേ വരുന്നുള്ളൂ. ഈ ഒരു പ്രോഡക്റ്റ് ഇട്ട് സിറം ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ഇതുപോലെ മസാജ് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ സ്കാൽപ്പ് ഫുള്ളായിട്ടൊന്ന് വൈബ്രേറ്റ് ആവുകയും ചെയ്യും. അതോടൊപ്പം ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആവുന്നതനുസരിച്ച് ഹെയർ ഫോൾ കുറയ്ക്കാനും ഹെയർ ഗ്രോത്തിനും നല്ലതാണ്. ഒരു പ്രോഡക്റ്റ് ബെസ്റ്റ് ആണ്. ഏത് സിറമാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതോടൊപ്പം ഇതും കൂടി ചെയ്യും. അപ്പോൾ PRP ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഏറ്റവും ഞാനിപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയാലോ വെച്ചിട്ട് ഉപയോഗിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിൽ വെച്ചിട്ട് എനിക്ക് നോർമലി നല്ല ഒരു ഹോസ്പിറ്റൽ ഫീലാണ്. നല്ല രീതിയിൽ അവർ ട്രീറ്റ്മെൻറ്റും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ബഡ്ജറ്റ് റേറ്റ് വൈസും കുറവാണ്. നിങ്ങൾക്കൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു പ്രോഡക്റ്റ്, അതുപോലെ വീക്ക്ലി 1 അല്ലെങ്കിൽ 2 സ്കാൽപ്പിൽ ഷാമ്പൂ യൂസ് ചെയ്യുക. ഷാമ്പൂ യൂസ് ചെയ്യുന്ന മൈൽഡ് ഷാമ്പൂസ് യൂസ് ചെയ്യുന്നതോടൊപ്പം ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് സ്കാൽപ്പ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം എന്താ പറയുക വാഷ് ചെയ്യാൻ. അല്ലെങ്കിൽ ആ ഒരു ഷാമ്പൂ മാത്രം നമ്മുടെ സ്കാൽപ്പിൽ കിടക്കുകയും ചെയ്യും, സ്കാൽപ്പ് ക്ലീൻ ആവത്തില്ല. ഇത് നിങ്ങൾ മറക്കാതെ ചെയ്യുക. ഒത്തിരി കോസ്റ്റ്ലി അല്ലാത്ത പ്രോഡക്റ്റാണ്. അത് ജെൻസിനായാലും ലേഡീസിനായാലും കിഡ്സിലായാലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ 2 പ്രോഡക്റ്റ് മറക്കാതെ യൂസ് ചെയ്യുക. PRP ട്രീറ്റ്മെൻറ്റ് എന്തായാലും ചെയ്യേണ്ടിടത്ത് നല്ല രീതിയിൽ ചെയ്യും. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാച്ചേക്കുക. നെക്സ്റ്റ് അടുത്ത ഡൗട്ടിൻ്റെ അടുത്ത റിപ്ലൈമായിട്ട് വീണ്ടും കാണാൻ പറ്റുമേ.